നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. വാസ്കോ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗിൽ വിലപിടിപ്പുള്ള വെള്ളിക്കുട കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ഏകദേശം 6.4 കിലോഗ്രാം ഭാരവും 5,37,600 രൂപ വിലയുമുള്ള ഈ കുടയുടെ ഉടമയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗോവ പോലീസിന്റെയും കൊങ്കൺ റെയിൽവേയുടെയും മേൽനോട്ടത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ബാഗിന്റെ സൂക്ഷ്മ പരിശോധന തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗോവയിലെ സാങ്വേമിൽ കാവ്രെപ്രില്ലയിൽ മിഥിൽ ദേശായിയുടെ വസതിയിൽ 15-16 അംഗ സംഘം ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഈ സംഭവത്തിൽ മിഥിൽ ദേശായിയുടെ സഹോദരനും അമ്മയ്ക്കും പരിക്കേറ്റതായി അറിയുന്നു. കാവ്രെപ്രില്ലയിലെ ലാറ്ററൈറ്റ് ഖനനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് സൂചന. ഗോവയിൽ മയക്കുമരുന്ന് കടത്തിനെതിരെ വൻ നേട്ടമായി 43.20 കോടി രൂപയുടെ വിലമതിക്കുന്ന 4.32 കിലോ കൊക്കൈൻ പോലീസ് പിടിച്ചെടുത്തു. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ്. ചോക്ലേറ്റ്, കോഫി പാക്കറ്റുകളിൽ ഒളിപ്പിച്ച കയറ്റുമതി തിങ്കളാഴ്ച തടഞ്ഞു. ക്രൈംബ്രാഞ്ച്, ആന്റി നാർക്കോട്ടിക് സെൽ, ജില്ലാ പോലീസ് എന്നിവയുടെ സംയുക്ത നീക്കത്തിൽ നെബു വിൻസെന്റ്, രേഷ്മ വഡേക്കർ, മങ്കേഷ് വഡേക്കർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. 32 പാക്കറ്റുകൾ കണ്ടെടുത്തു. ഇവർക്ക് അന്താരാഷ്ട്ര ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു. രേഷ്മയുടെ വിദേശയാത്ര അന്വേഷിച്ചു വരികയാണ്. ദമ്പതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നുമാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഓപ്പറേഷനെ പ്രശംസിച്ചു. മധ്യപ്രദേശിന്റെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ഗോവക്കാരനായ ടിനോ ഡെസെ എഴുതിയ ടാമറിൻഡ് എന്ന ചെറുകഥ പ്രസ്റ്റീജിയസ് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഏക എഴുത്തുകാരനായി ടിനോ ഡെസെ അംഗീകരിക്കപ്പെട്ടു. 54 രാജ്യങ്ങളിൽ നിന്നുള്ള 7,920 കൃതികളിൽ നിന്ന് 25 കഥകൾ അന്താരാഷ്ട്ര ജൂറിയാണ് തിരഞ്ഞെടുത്തത്. ഗോവയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഈ നേട്ടത്തെ അഭിനന്ദിച്ചു. ഇത് ഗോവയുടെ സമ്പന്നമായ സ്റ്റോറി ടെല്ലിംഗ് പാരമ്പര്യത്തെ ആഗോളവേദിയിൽ ഉയർത്തിക്കാട്ടുന്നതാണെന്ന് പറഞ്ഞു. ടിനോയുടെ കഥ മധ്യപ്രദേശിലെ ഗ്രാമപ്രദേശത്തെ പശ്ചാത്തലമാക്കിയുള്ളതാണ്. ടിനോ അഥവാ ആന്റണി ഡെസെ പ്രധാനമായും ചെറുകഥകളും കവിതകളും രചിക്കുന്ന എഴുത്തുകാരനാണ്. ഹാർവാർഡിൽ നിന്ന് PG ഡിഗ്രിയുള്ള അദ്ദേഹത്തിന് നിരവധി ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതായി റിപ്പോർട്ട്. ഏപ്രിൽ 9 ഡൽഹി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മണി ലോണ്ടറിംഗ് നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം സോണിയയും രാഹുലും 1-2 പ്രതികളായി. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 76% ഓഹരി സോണിയയ്ക്കും രാഹുലിനുമുണ്ട്. സാം പിത്രോഡ, സുമൻ ദുബെ, ഡോഡെക്സ് മർച്ചൻഡൈസ് എന്നിവരും പ്രതികളാണ്. ഏപ്രിൽ 25 കോടതി കുറ്റപത്രം പരിഗണിക്കും. കോൺഗ്രസ് ഇതിന് രാഷ്ട്രീയ പ്രതികാരമെന്നും നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചത് പൊതുജനത്തിന് ഇല്ലാത്ത കാര്യം പറഞ്ഞ് കബളിപ്പിക്കാൻ മാത്രമായിരുന്നുവെന്നും വിമർശിച്ചു. മാലിന്യ ശേഖരണം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനുള്ള ടെൻഡർ നടത്താൻ മർഗാവ് മുനിസിപ്പൽ കൗൺസിൽ ഒരുങ്ങുന്നു. വീടുതോറുമുള്ള മാലിന്യ ശേഖരണം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് നഗരസഭയ്ക്ക് ഏകദേശം 7 കോടി രൂപ ചെലവാക്കും. ഇതിനായി സ്വകാര്യ ഏജൻസികളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് കൗൺസിൽ ഒരു ടെൻഡർ നടത്താൻ ഒരുങ്ങുകയാണ്. മോപ്പ വിമാനത്താവളത്തിൽ ബ്ലൂ ക്യാബ് ടാക്സികൾ സർവീസ് തുടരും. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെയും പെർനേം MLA പ്രവീൺ അർലേക്കറിന്റെയും ഇടപെടലിനെ തുടർന്ന് മോപ്പ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്ലൂ ക്യാബ് ടാക്സി സർവീസുകൾ തുടരാൻ അനുവദിച്ചു. ചൊവ്വാഴ്ച മുതൽ മോപ്പ വിമാനത്താവളത്തിൽ ബ്ലൂ ക്യാബ് ടാക്സി സേവനങ്ങൾ നിർത്തിവച്ചതായി വ്യക്തമാക്കി GMR എയർപോർട്ട് ലിമിറ്റഡ് ബ്ലൂ ക്യാബ് പ്രീപെയ്ഡ് ടാക്സി അസോസിയേഷന് കത്തെഴുതിയിരുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.